അപ്പോൾ ഞങ്ങൾ ജബലന്നൂറിലേക്ക് പ്രവേശിക്കുകയാണ്. രാത്രിയിലാണ്. രാത്രി നമ്മളെ 1 മണി 1:30 ഒക്കെ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ കയറുന്നത്. ജബലന്നൂർ മലയുടെ താഴ്വാരത്ത് മക്കയുടെ ദൃശ്യം ക്ലോക്ക് ടവറൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജബലന്നൂരിൽ നിന്ന് നോക്കിയാൽ മക്ക കാണുന്നതാണ്. ഞങ്ങൾ പകുതി കയറി എത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും വന്നത്രയും കൂടെ പോവാണ്ട്. അൽഹംദുലില്ലാഹ് ജബലന്നൂർ കയറി ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ. ഭയങ്കര ദൃശ്യമാണ് ഇവിടെ. മക്ക പട്ടണം മുഴുവൻ കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ, പ്രത്യേകിച്ച് ക്ലോക്ക് ടവറൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും നിറയെ ആളുകൾ ആണ് ഇവിടെ ഉള്ളത്. പകല് പോലെ ആണ് ഇവിടുത്തെ സ്ഥിതി. അൽഹംദുലില്ലാഹ് അല്ലാഹു ഈ യാത്ര സാലിഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ. ഞങ്ങൾക്കും കുടുംബത്തിനുമുള്ള എല്ലാവിധ രോഗങ്ങളും ശിഫയായി തരട്ടെ. ഹജ്ജ് ഉംറയും നിർവഹിക്കുന്ന ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. രോഗികളായിട്ടുള്ള ഇവിടുത്തെ രോഗം ശിഫയായി കൊടുക്കട്ടെ. മക്കളില്ലാതെ മക്കളെ കൊടുക്കട്ടെ. അതുപോലെ തന്നെ കടവായൂരുടെ കടം വീട്ടി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് പേര് ഉംറയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അല്ലാലയ ഉദ്ദേശം ഇവിടെ വന്ന് ഉംറ നിർവഹിച്ച് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. ഉംറ നിർവഹിച്ചിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും കൂടെ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അവസാനം മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ഓർമ്മയോടെ ഈമാനോടെ ഇത് മുത്തഖീങ്ങൾ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. Alhamdulillah. Evet hazır mı abi? Yol ver. Hacı bu taraftan çık. Hacı bu taraftan çık. Yolun şaşırma. 1 മണി സമയത്താണ് ജബലന്നൂരിലെത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തർ ഗുഹയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. Elhamdülillah hadi. Yolla yolla yolla. Yandan mı gidiyorsun sen? O yandan mı çık geleceksin? Yok yok aynı yerden gel geleceğim. Hadi hacım. Hadi hacım. Hadi hadi. Hadi ablam hadi ablam hadi ablam. Hadi. ഇതിൻ്റെ അകത്ത് ആളുണ്ട്. അവർ അങ്ങനെ കയറാൻ പറ്റുള്ളൂ. Ya bize girdin de Bismillahirrahmanirrahim. Hadi abla hadi. Abi biraz daha geri yap geri. Hızlı hacı hızlı. Muhammedin ala Ali Muhammed. Yardım et, yardım et. Yardım et. Yardım et teyze. Cevher yardım et. Abla. Hadi abi. Bir secde, tek secde. Tek secde. Hadi tek secde. Tek secde. Hemen kaçıyoruz. Allah kabul etsin. Allahu Ekber. Tek secde, tek secde hadi. Hemen hadi ya hacı.
Bekleyin gelenler gelsin. Hadi hacı. Hacı anne hadi. Hacı Allah kabul etsin. Allah kabul etsin. Allah kabul etsin. Allah kabul etsin. Hadi. Alhamdulillah. Thank you. Hadi geç oğlum. Tamam abi. Sonuna gel buraya salavat ver. Aman dikkat et, bak düşüyor ama. Oraya mı ജബലന്നൂരിൽ നിന്ന് മക്ക ക്ലോക്ക് ടവർ കണ്ടു വരങ്ങാട് കാണുന്നു. गाड़ी ले गाड़ी इधर से दिख रही है जा रहा है عثمان ذي الكرم ثم الرضا النبي بكر وأنا مري وأنا علي وأن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير خلق كلهم سعيد അത് മറ്റൊന്നുമല്ല, അത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാബ കാണുമെന്നുള്ളതാണ്. അവിടുത്തെ മനസ്സിൽ നിന്ന് മായാതെ മറയാതെ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് പരിശുദ്ധ കാബാലയം. മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ കാര്യമില്ലാതെ എങ്ങനെയാണ് ഈ മലയുടെ മുകളിലേക്ക് എത്തിയത്? സൗറുമലയിലേക്ക് കയറുമ്പോൾ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. സൗറുമലയിലേക്ക് കയറുമ്പോൾ ബീബി അസ്മാ റളിയല്ലാഹു അൻഹ അധികം വൈകാതെ തന്നെ ഭക്ഷണവുമായി വന്നിട്ടുണ്ട്. നബിതങ്ങൾക്ക് വൈകാണിച്ചു കൊടുക്കാൻ അബ്ദുള്ള എന്ന് പറയുന്ന അടിമയുണ്ട്. പക്ഷേ ജബലുന്നൂറിലേക്ക് വരുമ്പോൾ ഏകാന്തനാണ്. ഹബീബിന്റെ വീടുമായി ഇവിടെ 7 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അന്ന് ഇതുപോലെ നമ്മൾ ബസ്സിലാവുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടിൽ നിന്ന്, കൊച്ചു വീട്ടിൽ നിന്ന് നടന്ന് 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 സ്റ്റെപ്പുകളില്ലാത്ത, റൺപാതയില്ലാത്ത, റോഡില്ലാത്ത ഈ മലയിലേക്ക് നടന്നു വന്നത് ഈ സമയത്ത് നമ്മൾ ഓർക്കില്ല. വലിയ കൂറ്റൻ പാറപ്പുറത്ത് നബിതങ്ങൾ ആരാണ് ഇവിടെ എത്തിച്ചത്? ഒരുപക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെയും ഇടപെട്ടിട്ടുണ്ടാകും. വന്നു, ഇവിടെ ഇരിക്കുന്നു ഏകാന്തനായി അള്ളാഹുവിനെ ധ്യാനിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്തോടെ പ്രത്യക്ഷപ്പെട്ടു. റസൂലുള്ള പറയുകയാണ്, ജബൽ ആകെ ജിബ്രീലിന്റെ ജറക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ജബൽ, ഈ പർവ്വതം മൂടി പൊറഞ്ഞിരിക്കുന്നു ജിബ്രീലിന്റെ ജറകുകൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുപോയി. ഒറ്റപ്പിടുത്തം. എന്നിട്ട് പറഞ്ഞു, വായിക്കുക നബിയെ, മാനബിഖാലി, ഞാൻ ഓത്തുപഠിച്ചിട്ടില്ല. 3 തവണ ആവർത്തിച്ചു. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിരക്ഷരനാണ്, അക്ഷരാഭ്യാസം പഠിക്കാത്ത ആളാണ്. ഇന്ന ഉമ്മത്തിന് ഉമ്മിയത്തുൽ അനക്തു പോലെ അനക്തു. അങ്ങനൊക്കെ പറഞ്ഞ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ജബലുന്നൂറിൽ നിന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, 3 തവണയാണ് ജിബ്രീൽ പിടിച്ചു നിർത്തിയത്. 4ാമത്തെ തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. ഈ ആയത്തുകൾ ഹബീബായ അവിടുത്തെ മെമ്മറിയിൽ അത് കൊത്തി വെച്ചതുപോലെ അവിടെ നിലനിർത്തി നോക്കണം. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനങ്ങളാണ്. ഖുർആനിൽ തന്നെ ആദ്യത്തെ വചനങ്ങളാണ്. അതങ്ങ് ലഭിച്ചതോടുകൂടി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പനിച്ചു, പേടിച്ച് ഒറ്റക്ക് നിൽക്കുന്ന റസൂലുള്ളാഹി ജിബ്രീലിനെ കണ്ട് ആ പിടുത്തത്തിൽ പേടിച്ച് അവിടുന്ന് ഈ മലമുകളിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെന്ന കഥ നമ്മൾ നേരത്തെ പറഞ്ഞു. ജമ്മിലിനി ജമ്മിലിനി യാ ഖദീജ
ജമ്മിലിനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പെട്ട് മൂടൂ. വിശുദ്ധമായ ഖുർആൻ പുതപ്പെട്ട് മൂടൂ എന്ന് പറയുന്ന ഒരു സൂറത്ത് മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പെട്ട് മൂടിയ പ്രവാചകരെ. അങ്ങനെ പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ബീവി ഖദീജ ഉമ്മ കാത്തിരിക്കുകയാണ്. നബിയെ എന്തിനാണ് കരയുന്നത് ചോദിച്ചല്ലോ. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിവരിച്ചു. ഇവിടെ നിന്ന് കിട്ടിയ ഈ ഖുർആനിന്റെ വെള്ളി വെളിച്ചമാണ് ലോകത്തിന് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലോകം തന്നെ ഈ ഖുർആനിലാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്. ആ ഖുർആൻ ഏതാളുകൾ എത്ര ആളുകൾ മെനക്കെട്ട് അത് കത്തിക്കാൻ ഒരുങ്ങിയാലും, അത് കത്തിച്ച് ചാമ്പലാക്കാൻ ഒരുങ്ങിയാലും ആ ഖുർആൻ അള്ളാഹു സംരക്ഷിച്ചു. ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കായ ഹാഫിളുകളുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരുപാട് ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളെ കഴുത്തറുത്ത് കൊന്നിരുന്നു. എന്നിട്ട് പോലും ആ ഖുർആൻ നിലനിന്നു. എത്രയോ കാലാന്തരങ്ങളിലൂടെ ദേശാന്തരങ്ങളിലൂടെ ഖുർആൻ കടന്നു വന്നു. ആ ഖുർആൻ ഇന്നും ലോകത്ത് അത് ആരെന്ത് ചെയ്താലും അത് ലോകാവസാനം വരെ നിലനിർത്തുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ ഖുർആനിനെ, നാം തന്നെ ആ ഖുർആനിനെ അന്ത്യദിനം വരെ സംരക്ഷിക്കും. ആ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് എല്ലാം ശരിയായി ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്ന് മാത്രം സൂചിപ്പിച്ച് നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വലിയ ലക്ഷ്യവുമായിട്ടാണ് ഇവിടെ വന്നത്. നമുക്കറിയാം, ഈ വന്ന ആളുകൾ നല്ലൊരു ശതമാനം ആളുകൾ ഇവിടെ കയറിയിട്ടുള്ള ഈ കാണുന്ന ഉപ്പയടക്കം പ്രായം കൊണ്ട് നല്ല പ്രായമുള്ള ആളുകളൊക്കെ നമ്മൾ കയറില്ല എന്ന് വിചാരിച്ച ആളുകളൊക്കെ ഇവിടെ എത്തിപ്പെട്ടു. വരാനിരിക്കുന്ന ഉമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലെ വീട്ടിൻ്റെ അപ്പിലേക്ക് എടുത്തു വെക്കാൻ പറ്റാത്ത ആളുകൾ പലരും വന്ന സ്ഥലമാണിത്. അവരെ കോർത്ത് ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم. كل من شر النفاثات في العقد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من شر എല്ലാവരും ഇങ്ങനെ ഒന്നും കൂടെ അടുത്ത് നോടി, അങ്ങോട്ട് കിബിലൊക്കെ തിരിഞ്ഞോടി. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق البلاء والوباء والقهط والمرض والألم. اسمه مكتوب مرفوع مشفوع منقوش باللوح والقلم. سيد العرب والعجم جسمه مقدس مؤثر منور في البيت والهرم. آمين. بدر الدجى صدر النلا نور الهدى كرب البرام صباح آمين. جميل الشيم الشفيع الأمم صاحب الجود والكرم. آمين. الله عاصمه وجبريل خادمه والبراق مركبه. آمين. معراج سفره. سدرة المنتهى مقامه. باب قوسين
مطلوب آمين. المطلوب مقصود آمين. المقصود موجود آمين. سيد المرسلين آمين. خاتم النبيين آمين. راحة العاشقين آمين. مراد المشتاقين آمين. شمس العارفين آمين. سراج السالكين آمين. الفقراء والغرباء المساكين آمين. نبي الثقلين إمام الحرمين آمين. وسيلتنا في الدارين آمين. صاحب قاب قوسين محبوب رب المشرقين والمغربين آمين. جد الحسن والحسين آمين. مولانا ومولى الثقلين آمين. أبي القاسم محمد بن عبد الله آمين. نور من نور الله آمين. يا أيها المشتاقون بنور جماله صلوا عليه وآله وصحبه وسلم تسليما كثيرا كثيرا أرحم الراحماയ രാജസയ്യിദായ കരുണക്കടലായ രാജാതിരാജനായ തമ്പുരാനെ വിശുദ്ധമായ റമദാനിന്റെ പാതിരയിലെ ഞങ്ങൾ ജബൽ നൂറിന്റെ മുകളിലാണ് ഞങ്ങളെ നീ സ്വീകരിക്കണേ ആമീൻ. ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ ആമീൻ. മുറാദുകളെ ഹാസിലാക്കണേ ആമീൻ. രോഗങ്ങളെ ശിഫയാക്കണേ ആമീൻ. അല്ലാഹുവേ പരിശുദ്ധ ഖിബലയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത് ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ജബലിന്റെ മുകളിൽ നിന്നാണ് ആ ഹബീബിന്റെ പാദസ്പർശമേറ്റ മലമുകളിൽ നിന്നാണ് അല്ലാഹുവേ നിന്റെ ഖിബലയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് റബ്ബേ പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിലേക്കല്ലേ ഞങ്ങൾ തിരിഞ്ഞത് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളിയല്ലേ ഞങ്ങൾ കാണുന്നത് അല്ലാഹുവേ ഞങ്ങളെ ഏറ്റെടുക്കണേ ഞങ്ങളെ സ്വീകരിക്കണേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കണേ റഹ്മാനേ ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കണേ റബ്ബേ ഞങ്ങളെ ഒന്ന് കാണണേ ഞങ്ങളെ ഒന്ന് നോക്കണേ നിന്റെ റഹ്മത്ത് ചൊരിയണേ റബ്ബേ നിന്റെയും അടിമയുടെയും ഇടയിൽ മറയില്ലാത്ത പാതിരയുടെ നേരമല്ലേ റബ്ബേ ലോകവിശ്വാസികൾ അത്തായം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന നേരമല്ലേ റബ്ബേ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നേരമല്ലേ റബ്ബേ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നന്നാക്കണേ മുത്തഖീങ്ങളിൽ ചേർക്കണേ മുഖ്ലിസീങ്ങളിൽ ചേർക്കണേ മനസ്സിന് സമാധാനം നൽകണേ നീറിപ്പുകയുന്ന പ്രശ്നങ്ങളുമായി വന്നവരുണ്ട് റബ്ബേ ഈ ജബലിന്റെ മുകളിൽ നിന്നതിന് പരിഹാരം നൽകണേ റബ്ബേ ലോകത്തിലെ പലരും പല വിധത്തിലുള്ള സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ നീ എല്ലാവർക്കും നീ പരിഹാരം നൽകണേ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ആമീൻ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഭർത്താക്കളെ നൽകി ഇണയാക്കണേ റബ്ബേ റബ്ബേ ഞങ്ങളിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാം നീ തീർത്തു കൊടുക്കണേ റബ്ബേ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അത് പൂർത്തിയാകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ പലരുടെയും വീട് പണി അതിന്റെ തുടക്കത്തിലാണ് അത് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ ഞങ്ങൾ ആരെയും കടക്കാരാക്കല്ലേ റബ്ബേ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് എല്ലാ ഖൈറിന്റെ വഴികളും തുറന്നു തരണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരണേ റഹ്മാനേ ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കണേ ഭർത്താക്കന്മാരെ നന്നാക്കണേ അവരിലുള്ള ദുശ്ശീലങ്ങളെ മാറ്റണേ അവർക്ക് നല്ല മനസ്സ് കൊടുക്കണേ ജീവിതത്തിന് ചേഞ്ച് വരണേ റഹ്മാനേ ഞങ്ങൾക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണേ ഞങ്ങളെ കുടുംബങ്ങളിൽ അല്ലലില്ലാത്ത വിള്ളലില്ലാത്ത ബന്ധങ്ങൾ ഉറപ്പിക്കണേ ഞങ്ങളെ കുടുംബങ്ങളിൽ നീ ഐക്യം നിലനിർത്തണേ റബ്ബേ ചിത്രത നൽകല്ലേ ചിത്രത നൽകല്ലേ ഐക്യത്തിലാക്കണേ ഇൽഫത്തിലാക്കണേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇൽഫത്ത് നൽകണേ അല്ലാഹുവേ ഒരിക്കലും ജീവിതത്തിൽ കണ്ണീര് കുടിക്കുന്ന അവസ്ഥ നൽകല്ലേ റഹ്മാനേ സമാധാനം നൽകണേ രക്ഷ നൽകണേ രക്ഷയുടെ കവചം തുറക്കണേ അല്ലാഹുവേ ഞങ്ങളെ പൊന്നാര മക്കളുണ്ട് റബ്ബേ അവർ നിന്റെ ഹിഫ്ളിലാക്കണേ പരീക്ഷകൾ എഴുതി നിൽക്കുന്ന ഞങ്ങളെ പൊന്നാര മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അവർക്ക് ഉന്നതമായ വിജയം നൽകണേ റബ്ബേ പ്ലസ് 2 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നീ വിജയം നൽകണേ റഹ്മാനേ പൊതു പരീക്ഷ എഴുതിയ ഞങ്ങളെ മക്കൾക്ക് നീ വിജയം നൽകണേ
ഞങ്ങൾക്ക് നീ റബ്ബേ ഈ ലോകത്തുനിന്ന് വിട പറയുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ റബ്ബേ. ആ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ ദിനമാക്കണേ. ഞങ്ങളെ ചുറ്റുഭാഗത്ത് നിന്ന് ഞങ്ങൾ അങ്ങ് വിട പറയുമ്പോ ഞങ്ങളെ ചുറ്റുഭാഗത്ത് നിന്ന് ഞങ്ങളെ ഭാര്യമാര് ഞങ്ങളെ പൊന്നാര മക്കൾ കരയുമ്പോ പാപ്പിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നൽകണേ റഹ്മാനേ. ഞങ്ങളെ മയ്യത്ത് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകുമല്ലോ റബ്ബേ. ആ സമയത്ത് ആ മനുഷ്യനൊരു സാലിഹായ മനുഷ്യനാണെന്ന് പറയിപ്പിക്കണേ അല്ലാഹ്. സാലിഹത്തായ പെണ്ണാണെന്ന് കേൾപ്പിക്കണേ അല്ലാഹുവേ. റബ്ബേ ഞങ്ങളെ മയ്യത്ത് അല്ലാഹുവേ പള്ളിയിലേക്ക് അങ്ങ് കൊണ്ടുവച്ച് ഞങ്ങളെ മയ്യത്ത് 1000 കൊണ്ട് നിസ്കരിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ 20 അടി താഴ്ചയിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുന്ന അങ്ങനെയുള്ള ഒരു ഗതികേട് നൽകല്ല റഹ്മാനേ. കൊറോണ പോലെയുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഭൂകമ്പത്തിൽ നിന്ന് ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കാക്കണേ റബ്ബേ. വയനാടിന്റെ മണ്ണിൽ ദുരിതപൂർണമായ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ അല്ലാഹുവേ ഇന്നും ആ കെടുതികൾ ഒടുങ്ങിയിട്ടില്ല, അടങ്ങിയിട്ടില്ല. ആ ദുരിതപൂർണമായ മണ്ണിൽ നിന്ന് വിശുദ്ധമായ ഉംറക്ക് വന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ദുആ ചെയ്യാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവേ ഈ ജബലിൽ വെച്ചുകൊണ്ട് അതിനൊരു പരിഹാരം നൽകണേ അല്ലാഹ്. അങ്ങനെ ഈ കൂട്ടത്തിലെ പ്രായമുള്ള ഉമ്മമാര്, ഉപ്പമാര്, ചെറുപ്പക്കാരികള് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അതൊക്കെ നീ നടത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ പ്ലാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ അതാതിന്റെ സമയത്ത് തന്നെ നടത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ വലിയ വലിയ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസർ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഇതിന് കംപ്ലൈന്റ് തരല്ലേ അല്ലാഹ്. മസ്തിഷ്ക ജ്വരം നൽകല്ലേ അല്ലാഹ്. അപസ്മാരം നൽകല്ലേ അല്ലാഹ്. അപസ്മാരം നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. വിശുദ്ധ റമളാൻ റബ്ബേ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്കൊരിക്കലും ഇത് പ്രതികൂലമായി സാക്ഷി നിർത്തരുതേ റബ്ബേ. റബ്ബേ പരിശുദ്ധ റമളാനിന്റെ ലൈലത്തുൽ ഖദ്ർ അത് നേടിയവരിൽ പെടുത്തണേ അല്ലാഹ്. വിശുദ്ധ ഹറമിന്റെ മണ്ണാണല്ലോ റബ്ബേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതും ഹറമിലാണ്, ജബലുൻ നൂറിന്റെ മുകളിൽ റബ്ബേ. നിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന രാവാക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭ മുഹൂർത്തമാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരണേ റബ്ബേ. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ സഹോദരന്മാർക്ക് വിജയം നൽകണേ റബ്ബേ. ഈ കൂട്ടത്തിലും പ്രവാസികളുണ്ട്, അവരെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജമ്മന ഹാദാ ജമ്മൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅ്സൂമാ. ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഈ പ്രാവശ്യത്തെ ഹജ്ജിന് ഉദ്ദേശിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, അവരുടെ ഹജ്ജ് റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ റമളാനിൽ ഞങ്ങൾ ചെയ്ത ഉംറ അതിനൊരു ഹജ്ജിന്റെ ഫലം തരണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്. പലസ്തീനിന്റെ മക്കൾക്ക് രക്ഷ നൽകണേ റബ്ബേ. അതുപോലെ ഞങ്ങളെ മുമ്പിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ദുരിതങ്ങൾ നൽകണേ റബ്ബേ. രക്ഷ നൽകണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈക്കൽ മസീർ. റബ്ബേ പിഞ്ചു കുട്ടികളെയുമായി ഉംറക്ക് വന്ന ഉമ്മമാരെ എത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവർ ഏറ്റ് നടക്കുന്നത്. അല്ലാഹുവേ ആ പിഞ്ചു കുട്ടികൾക്ക് നീ ഹിഫ്ള് നൽകണേ അല്ലാഹ്. ആ പിഞ്ചു കുട്ടികളെയുമായി നേർച്ചയും മറ്റു കാര്യങ്ങളുമായി ഹറമിലോട്ട് വന്നതായ ഉമ്മമാർക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. റൂമിൽ കിടക്കുന്ന രോഗികളായ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, പൈതങ്ങളുണ്ട്. ഞങ്ങളെ കൂട്ടത്തില് പൂമ്പാറ്റയെ പോലെ ഓടി നടക്കുന്ന ആയിഷുമോള് റബ്ബേ രോഗശയ്യയിലാണ്. നീ ശിഫ നൽകണേ റഹ്മാനേ. നീ ശിഫ നൽകണേ അല്ലാഹ്.
ആജിലായ ശിഫ നൽകണേ അല്ലാഹുവേ. ഞങ്ങൾ നാളെ മറ്റന്നാൾ ഞങ്ങളെ നാട്ടിലേക്ക് യാത്ര നടത്തുമ്പോ ഞങ്ങളെ യാത്ര സുരക്ഷിതമാക്കണേ റബ്ബേ. കരിപ്പൂരിലും നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുമ്പോ ഖുർറത്തുൽ ഐനായി ഞങ്ങളെ കുടുംബത്തിന്റെ മുമ്പില് സന്തോഷത്തോടെ തിരിച്ചെത്തിക്കണേ അല്ലാഹ്. സംഘത്തിലെ ഒരാൾക്കും ഒരു പോറലും നൽകല്ലേ റബ്ബേ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക നബ്നാ وإليك المصير برحمتك يا أرحم الراحمين يا ربي المصطفى ولمقاصدنا واغفر لنا ما مضى يا واسع الكرم صل وسلم دائما أبدا حبيبك خير الخلق كلهم